മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ദൗത്യം ദുഷ്കരമാകുന്നു. ദൗത്യ സംഘത്തെ വെട്ടിച്ച് ആന കടന്നു. കൂടുതൽ ഉൾവനത്തിലെത്തിയതോടെ ആന വനം വകുപ്പിന്റെ നിരീക്ഷണത്തിന് പുറത്തായി. ആനയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു. ഗോകുൽ US വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ശ്രമം ഇപ്പോഴും തുടരുകയാണോ? ഈ സംഘം ഇപ്പോൾ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി കുറച്ചു നേരത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തുടരും. ഏകദേശം 4 മണിവരെ ഈ ദൗത്യമായി മുന്നോട്ട് പോകാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പക്ഷേ നിലവിലിപ്പോൾ ആന വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലില്ല. ആന ഉൾവനത്തിലേക്ക് കൂടുതലായി വലിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിന്നീട് ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഉൾവനത്തിൽ നിന്ന് തിരികെ പ്ലാന്റേഷനിലേക്ക് വരാൻ ആന ശ്രമിച്ചെങ്കിലും ഇവിടെ ആളുകളെ കണ്ടതോടെ വീണ്ടും ഉൾവനത്തിലേക്ക് കയറി പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയെ കണ്ടെത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും വനത്തിനുള്ളിൽ തുടരുന്നുണ്ട്. അരുൺ സക്രി അടക്കമുള്ളവർ ഇപ്പോൾ പുറത്തേക്ക് പോയി. അവർ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും വരികയും ദൗത്യം പുനരാരംഭിക്കുകയും ചെയ്യും. ഏകദേശം ഒരു 4 മണിവരെ ഈ ദൗത്യമായി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക്, നാളത്തേക്ക് ദൗത്യം മാറ്റിവെക്കും. ആ തീരുമാനത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും നിലവിലിപ്പോൾ ആന നിരീക്ഷണ വലയത്തിലില്ല. ദൗത്യത്തെ കൂടുതൽ ദുഷ്കരമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഉൾവനത്തിൽ വെച്ച് ഏതായാലും ആനയെ മയക്കുവെടി വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് വെച്ച് മാത്രമേ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയൂ. കാരണം ഈ പ്രദേശം മാത്രമാണ് ഇതിന് അനുയോജ്യമായത്. ഇതിനപ്പുറത്തേക്ക് പോയാൽ ചതുപ്പാണ്, അതിനടുത്ത് പുഴയുണ്ട്, അവിടേക്കും കഴിയില്ല. ഈ പ്ലാന്റേഷൻ കഴിഞ്ഞു പോയാൽ അവിടെ ഇടതൂർന്ന വനങ്ങളാണ്. അവിടെ വെച്ചും ഒരു ഡാർട്ടിങ് അല്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വെച്ച് തന്നെ ആനയെ മയക്കുവെടി വെക്കണം. അതിനുശേഷം മാത്രമേ ചികിത്സ നൽകാൻ കഴിയുകയുള്ളൂ. നേരത്തെ പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ ഈ പ്രദേശത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. ഇനി ഉൾവനത്തിലേക്ക് ആന പോയി. പക്ഷെ പിന്നീട് ആ ഉദ്യോഗസ്ഥരെത്തുമ്പോഴേക്കും ആന ഉദ്യോഗസ്ഥരെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് കടക്കുന്ന ഒരു സ്ഥിതി വന്നു. ആന ഇപ്പോൾ നിലവിൽ എവിടെയാണ്, ഉൾവനത്തിൽ എവിടെയാണെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത വനം വകുപ്പിന് വന്നിട്ടില്ല. വനം വകുപ്പിലെ വാച്ചർമാർ ആനയെ നിരീക്ഷിക്കാൻ, കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉൾവനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ദൗത്യം ചിലപ്പോൾ നീണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഈ സംഘം പിന്മാറൂ എന്ന് തന്നെയാണോ ഉറച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ? തീർച്ചയായും, അതായത് ദൗത്യം എന്തായാലും നടക്കും. അത് ഒരുപക്ഷെ ആന ഈ പ്രദേശത്തേക്ക് എപ്പോൾ വരുന്നോ അപ്പോഴായിരിക്കും. അത് ഇന്ന് വരികയാണെങ്കിൽ, 4 മണിക്ക് മുമ്പ് വരികയാണെങ്കിൽ ഇന്നുണ്ടാകും. അല്ലെങ്കിൽ നാളേക്ക് ആ ദൗത്യം മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ DFO അടക്കം വ്യക്തമാക്കിയത്. ഏതായാലും ദൗത്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമൊന്നുമില്ല. ദൗത്യമായി തന്നെ മുന്നോട്ട് പോകും. ആനയ്ക്ക് വേണ്ട ചികിത്സകൾ നൽകും. പക്ഷേ അതിനുള്ളൊരു സമയത്തിലാണ്, എത്ര സമയത്തിനുള്ളിൽ നടക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അനിശ്ചിതത്വമുള്ളത്. ഏതായാലും ഇപ്പോൾ ഉൾവനത്തിലാണ്. ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആനയെ ഈ പ്രദേശത്തേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ ആരംഭിക്കുകയും ഇവിടെ വെച്ച് മയക്കുവെടി വയ്ക്കുകയും ചെയ്യും.